ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 75 ശ്ലോകം 1-2. പ്രാതഃ സന്ത്രസ്തഭോജക്ഷിതിപതി വചസാ പ്രസ്തുതേ മല്ലതുര്യേ സംഖ്യേ രാജ്ഞാം ച മഞ്ജാനഭിയയുഷി ഗതേ നന്ദഗോപേപി ഹർമ്മ്യം कंसे सौधाधिरूढे त्वमपि सह बलः सानुगश्चारुवेषो रङ्गद्वारं गदो भू कुपितकुवलया पीडनागावलीडम् पापिष्टा वेहि मार्गाद्रुतमिति वचसा निष्ठुरक्रुद्धबुद्धेरम्बष्टस्य प्रणोदादधिकजवजुषा हस्तिना गृह्यमाणः केळीमुक्तोऽथ गोपी कुचकलशचिरस्पर्धिनं कुम्भमस्य व्याहत्यालीयथास्त्वं चरणभुवि पुनर्निर्गतो वल्गुहासि प्राप्तः संत्रस्त भोजक्षितिपति वचसा प्रस्तुते मल्लतुल्ये संख्ये राज्ञां च मञ्चान् अभिययुषि गते नन्दगोपे अपि हर्म्यं कंसे सौध अधिरूढे त्वम् अपि सह बलः सानुगः चारुवेषः रङ्गद्वारं गतः अभूः कुपितकुवलया पीडनाग अवलीडम् पापिष्ठ अपेहि मार्गाद्धृतमिति वचसा निष्ठुर क्रुद्ध बुद्धे अम्भष्टस्य प्रणोदात् अधिकजव जुषा हस्तिना गुह्यमाणः केळि मुक्तः अथ गोपी कुचकलशचिरस्पर्धिनं कुम्भमस्य व्याहत्य अलीयथाः त्वं चरणभुवि पुनः निर्गतः वल्गुहासि. कृष्ण രാത്രി എല്ലാം മധുര നഗരം എല്ലാം ചുറ്റിപ്പാത്ത് அந்த വില്ലയും ഉടച്ച് ഇங்கே வந்து அந்த ஒரு வாட்டிக்கால ஒரு கார்டன்ல வந்து இருந்தா அப்படின்னு சொன்னா അടുത്ത നാളേക്ക് പ്രാതഃ സന്ത്രസ്തഭോജ ക്ഷിതിപതി വചസ അടുത്ത നാളേക്ക് കാത്താല് കംസനുக்கு ரொம்ப பயமா. கம்சன் எங்க பார்த்தாலும் அல்லாட்டாலே நாரதர் வந்து சொன்னதுலேருந்து ஒரு பயம், அதுக்கு முன்னாடி அம்பாள் சொல்லிட்டு போனதுலேருந்தே உன்னோடு அந்தகன் இங்கே இருக்கான்னு சொன்னதுலேருந்தே பயம். அதுக்கப்புறம் நாரதர் வேற வந்து சொன்னார், அந்த வசுദേവരോട് குழந்தைகளாக்கு 2 பேர் சொல்லி சொன்னா வள கூட்டின்னு வரத்துக்கெல்லாம் சொன்னானாலும் பயம் இருந்தது. அப்படி பயந்து பயந்து சதா கிருஷ்ணனை நினைச்சிருந்த ഒരാളാക്കും കംസൻ. ഭഗവാന് ഏത് മാർഗത്തിൽ നനച്ചാലും സ്ഥിരം ഭഗവാനെ നനച്ചിരിക്കപ്പെട്ടവാൾക്ക് മുക്തി. കാർത്താല മല്ലയുദ്ധത്തുക്കാഹ ക്ഷിതിപതി വചസ രാജ കംസനോട് കൽപ്പന പ്രകാരം മല്ലതുല്യേ പ്രസ്തുതേ அந்த மல்ல யுத்தத்துக்கு பெரும்பற முழங்கிறது. இப்போ 2 பெரிய മല്ലന്മാർ அங்கே இருக்கா. அந்த മല്ലന്മാരോട് യുദ്ധം കാണുന്നതുக்கு എല്ലാവരും പറ രാജ്ഞാം സംഖ്യേച്ച മഞ്ചാൻ അഭിയയുഷി. രാജാക്കന്മാരെല്ലാം കൂട്ടം കൂട്ടമാ വന്ന് മേടയിൽ ഉക്കാന്നിരിക്കാളാം. നമ്മളെപ്പടി ഗാലറിയിൽ ഉക്കാந்து ഒരു ഇതെല്ലാം വിളയാട്ടെല്ലാം പാപ്പോമോ അതേമാതിരി ഉക്കാന്നിരിക്കാം. നന്ദഗോപേ അഭി ഹർമ്മ്യം കരു. നന്ദഗോപരും അന്ത മാളികയ്ക്ക് പോനാര. ആര് തമ്മിലുള്ള മല്ലയുദ്ധം ഒന്നും தெரியாது. ഏതോ മല്ലയുദ്ധം നടക്ക പോறது. നമ്മൾക്ക് ഇൻവിറ്റേഷൻ വേറെ വന്നിരിക്ക്. നന്ദഗോപുരം അങ്ങ് പോയോ കന്തിരിക്കാർ പോകാം. കംസേ സൗധാധിരൂഢേ കംസൻ അന്ത അരമനയോട് ഏറ്റവും മേലുള്ള നിലയില്
നടൂല ഉക്കാന്തിരിക്കാന. ത്വം അപി സഹബലഃ സാനുഗഃ. ഭഗവാനും ബലരാമനോട് കൂടെ സാനുഗാഹ തന്നോട് ഗോപക്കുട്ടികൾ എല്ലാരും ഫ്രണ്ട്സ് എല്ലാരും ചേർന്ന് ചാരുവേഷ ரொம்ப അഴക ഡ്രസ്സെല്ലാം മണ്ണിന്ത് പുറത്തെ നേരെ കുവലയാപീഠങ്കര ആന. ആന എപ്പിടിന്നാ എത്രയോ മല്ലന്മാരോട് ശക്തി ഒന്നിച്ചിരിക്കപ്പെട്ട ഒരു ആനയാക്കും. ജരാസന്ധനോട് அந்த இடத்துல இந்த ஆனையை நிறுத்தியிருந்தா கம்சன் அங்க போய் இந்த ஆனையை அப்படியே சுழட்டி எடுத்து വിട്ടെറിഞ്ഞാനാ. അപ്പോൾ ആനയ്ക്ക് ഇത്ര ശക്തി, അന്ത ആനയെ വിട്ടെറിയണമാനാന കംസനക്ക് എത്ര ശക്തി ചൊല്ലിയിട്ടാക്കും ജരാസന്ധൻ തന്നോട് 2 പൊങ്കളയും എന്താ കംസനക്ക് വിവാഹം പണി കൊടുത്ത് സ്ത്രീധനമായിട്ട് എന്താ കുവലയാപീഠത്തെയും കൊടുത്തിരുന്ന. എന്താ കുവലയാപീഠം എന്താ ഇപ്പൊ കൃഷ്ണർ വരപ്പെട്ട വഴിയിൽ നിർത്തി വെച്ചിരിക്ക. അത പാത്തതും കൃഷ്ണർ എന്നെ പണ്ടായിരുന്ന കുപിത കുവലയാപീഠ നാഗാവലീഠം രംഗദ്വാരം കഥ അഭു. കോപം വന്നതാ, വഴിയിൽ നിന്ന് മാറുന്നില്ലേ അപ്പടിങ്കറ മാതിരി എന്നെ പണിനാൻ. അത് ഭഗവാനെ പോക വിടാത്ത മാതിരി എന്താ മല്ലരംഗത്തോട് വാശല്ലപ്പിടി നിൽക്കരുത്. എന്താ കംസനുക്കാന നിറയെ ദുർനിമിത്തങ്ങൾ തെരിയറതാ. അവൻ കണ്ണാടിക്ക് മുന്നാടി പോയി നിന്ന് പാത്താന തന്നോട് ഉടമ്പ് മാത്രം ഇരിക്കാൻ തലയില്ല. അത് കഴിഞ്ഞാഴ്ച ഒന്ന് പഠിത്തം തോന്നറതാ മേലെല്ലാം എണ്ണയെ പെരട്ടിന്ത് താനേതോ തെക്ക് ദിക്കപ്പാത്ത് പോറാ മാതിരി ഒരു സ്വപ്നം തെരിയറതാ. മുഴിച്ചും തിരിക്കർത്തിയ സ്വപ്നം തെരിയതപ്പടി നിറയെ ദുശഗുണങ്ങൾ കാണാറ്. അപ്പടി സങ്കടപ്പെട്ടിരിക്കപ്പെട്ടതെന്നാലേക്കും അവനോടനെ കൃഷ്ണനെ ഇപ്പിടി ആ വധം മണ്ണം ചൊല്ലിയിട്ട് കൊണ്ടുവച്ചിരിക്കാം. 2ാം ശ്ലോകത്തിലെ ചൊല്ലുற ആ പാപിഷ്ഠ മാർഗാത് ദ്രുതം അപേഹി ഇതി വചസ. വഴിയില് മല്ലദ്വാരത്തോടെ അങ്ങപ്പടി പോയിരുന്നിരിക്കാർ രാമകൃഷ്ണന്മാരും കൂട്ടുകാരാളും എല്ലാരും ആ വഴിയില് നിൽക്കപ്പെട്ട എന്താ കുവലയാപീഠത്തെ പാത്തിട്ട് പാപിഷ്ഠ ഹേ മഹാപാപി അതിൽ കൂപ്പിട എന്താ ആനയ. മാർഗാത് ദ്രുതം അപേഹി ശീഘ്രം എന്താ മാർഗത്തിലെന്ത് വഴിയിലെന്ന് മാറിപ്പോ അപ്പടിന്ന് ചൊല്ല. നിഷ്ഠൂര ക്രുദ്ധബുദ്ധേഹേ അമ്പഷ്ടസ്യ പ്രണോദാത്. ഇപ്പടി കേട്ടതും എന്താ ആനക്കാരനുക്ക് ആനക്കാരൻ എന്നെ പണ്ടാന്ന അവന് കോപം വന്നതാ. എന്നോട് രാജാ ചൊല്ലി ഞാൻ കംസൻ ചൊല്ലി ഇങ്ങനെ നിക്കറേ ഇവനിപ്പിടി ചൊല്ലാനാ വല്ലിയിട്ട് എന്താ ആനക്കാരൻ പാപ്പാനിരിക്കാനെ ആനയെ ഇത് പണറ കമ്പാല കുത്തിയോ എപ്പിടിയോ അത് പ്രേരണ പണി കൃഷ്ണര അടിക്കറത്തുക്ക് മുതിക്കറത്തുക്കാക ചൊല്ലിയാന് പറ. അധികച വചുഷാ ഹസ്തിന ഗൃഹ്യമാണഃ ത്വം. അത് பார்த்தது കൃഷ്ണർ വന്ന് ആന വന്നിട്ട് ഏറ്റവും അധികച വചുഷ ரொம்ப വേഗത്തോടെ വന്ന് തുമ്പിക്കൈയ നീട്ടി ചിക്കരം വന്ന കൃഷ്ണരെ എടുത്ത് അടിക്കണം ചൊല്ലി പാക്കறது. കൃഷ്ണർ എന്നെ പണ്ടായിരുന്ന ആന പിടിക്ക വന്നതും ரொம்ப വേഗമാ അത് ആനയോട് തുമ്പിക്കൈയിലേന്ന് വെളിയില് കുതിച്ചു വിട്ടാനാ. കേളി മുക്ത അധ ഗോപീ കുച കലശ ചിരസ്പർദ്ധിനം അസ്യ കുംഭം വ്യാഹത്യ ചരണഭുവി അലിയഥാഹ. കൃഷ്ണരാധ പിടിക്ക വന്നതും എന്താ ഗോപിമാരുടെ എപ്പിടി വിളയാടിന്തിരുന്നാരോ അതേമാതിരി അത് ആനയോട് കാലുക്ക് നടുവോടെ എന്നപ്പം പറയാം. അപ്പൊ ആന കാലുക്കടിയോടെ തുമ്പിയെ പോട്ട് പിടിക്കപ്പാക്കരുത്. അപ്പൊ സൈഡോടെ പറയാം. അപ്പൊ അത് സൈഡോടെ പിടിക്കപ്പോറത്തെ അതർ സൈഡോടെ വെളിയില പറയാം, പിന്നാടിയോടെ പറയാം. ഇപ്പിടി അത കൊഞ്ചം നാഴി വിളയാട്ട വെച്ച് അവർക്ക് എപ്പിടി ഇരുന്നതെന്ന് എന്താ ഗോപ സ്ത്രീകൾ കൂടെ നിറയെ കാലം വിളയാടിന്നിരുന്നാരില്ലേ. അവ ഇപ്പിടി പിടിക്ക പോറത് അപ്പടി പോറത് ഇവാത്ത പിടിക്ക കെട്ടി പോടത്തേക്ക് ഗോപിമാർ ട്രൈ പണ്ണർത്ത് ഇന്നൊരാത്തില പോയി നിൽക്കരുത്.
இந்த மாதிரி விளையாடுற மாதிரி அந்த ஆனையோட காலுக்கடையோட அந்த பக்கம் ஓடி விளையாடுறார். அஸ்ய கும்பம் வியாகத்திய, அது കഴിഞ്ഞ് கொஞ்சம் நாள் விளையாடி കഴിഞ്ഞപ്പോഴേക്കും என்ன பண்ணுறாருன்னா அந்த കുവലയാപീഠത്തോട് മസ്തകത്തിൽ, കുംഭം മസ്തകം, മസ്തകത്തിൽ നന്ന ആഞ്ചൊരു അടി അടിച്ചതും, ആഞ്ചടിച്ചിട്ട് அப்படியே காலுக்கடையில் போய் சரணபுவி அலியத, காலுக்கடையில் போய் ஒளிஞ்சுக்கிறாரு. புனக வல்குஹாசி நிர்கதா, அதுக்கப்புறம் சிரிச்சிருந்து வெளியில் வர. ഇനി അടുത്ത ശ്ലോകത്തിൽ കുവലയാപീഠத்துக்கு ഒരു മോക്ഷം കൊടുക്കപ്പെട്ടത് പാക്കണം. ഹരേ